സഹോദരങ്ങളെ, ഇനി അതുകൊണ്ട് മുമ്പിൽ വന്നിരിക്കുന്ന 2-3 കാര്യങ്ങൾ പറയാനായിട്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കണം. അഥവാ ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് എന്നോട് പറയാം, എന്നോട് പ്രതികരിക്കാം ഏത് വിധത്തിൽ വേണേലും. അതായത് ഇന്ന് ആദ്യമായിട്ട് RGP ഘോഷിച്ചൊരു നല്ല കാര്യം പറഞ്ഞു. പുള്ളി RGP ഘോഷിച്ചെന്ന ഓർത്തഡോക്സ് ഒരു വൈദികനാണ്. പുള്ളിക്കാരൻ 4 ഡോക്ടറേറ്റുള്ള ആൾ, അടൂരാണ് വീട്. പുള്ളി വലിയ കാര്യങ്ങളൊക്കെ സഭയിലെ പറഞ്ഞുകൊണ്ട് വന്നേച്ച് ഇന്നൊരു കാര്യം പറഞ്ഞു. കുർബാനയ്ക്ക് പോകുന്നതിൻ്റെ തലേ ദിവസം നോൺ വെജിറ്റേറിയൻ കഴിക്കണം, വെജിറ്റേറിയൻ കഴിക്കണം, അതൊരു സംശയം. പുള്ളി നേരത്തെ ചരിത്രം എഴുതിയത് മെത്രാന്മാരോടൊക്കെ ചോദിച്ചത്, ഇതും മെത്രാന്മാരോടൊക്കെ ചോദിച്ചത് ഈ മെസ്സേജിൽ നിന്ന്. അതായത് നിങ്ങൾ ഏത് ആഹാരം കഴിച്ചാലും വേണ്ടി തലേദിവസം ഏത് ആഹാരം കഴിച്ചാലും വേണ്ടിയില്ല, മിതമായിട്ട് കഴിക്കുക. കാരണം നമ്മൾ കഴിക്കുന്ന ആഹാരം കൊണ്ട് പിറ്റേ ദിവസം ദേവാലയത്തിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്കൊരു പ്രയാസം ഉണ്ടാകാൻ പാടില്ല. കുർബാന അറ്റൻഡ് ചെയ്യാൻ ഒക്കാതെ വരുന്നത് അതുകൊണ്ടാണ്, അല്ലാതെ വെറുതെ കൊണ്ടല്ല. അല്ലാതെ നിങ്ങൾക്ക് എന്തും ചെയ്യാം. അതിന് RGP ഘോഷ് ഒരു നല്ല ഒരു കാര്യം ചെയ്യുന്നുണ്ട്. കുർബാനയ്ക്ക് തലേ ദിവസം അരമനയിൽ പോയി കിടക്കും. അത് വേണ്ടിയ കാര്യമാണ്. ഇന്ന് എത്ര പുരോഹിതന്മാരങ്ങനെ ചെയ്യുന്നുണ്ട്. എല്ലാവരും രാവിലെ രാത്രി മുഴുവൻ കിടന്ന് ഉറക്കളച്ച് രാവിലെ പുള്ളിക്കാരി തൊഴിച്ചിറക്കുമ്പം ഒരു കുളി കഴിഞ്ഞ് കാറക്കറി അങ്ങോട്ട് വരും. അപ്പോൾ പള്ളിക്കകത്ത് മുഴുവൻ ആൾക്കാർ നിറഞ്ഞു നിൽക്കുക. അപ്പോൾ ശുശ്രൂഷക്കാർ ബൈക്കിൻ്റെ മുന്നിൽ തയ്യാറായിരിക്കുന്നു. മറ്റേ കപ്പ്യാർ ഇങ്ങനെ നോക്കി നിൽക്കുക. പുരോഹിതൻ നേരെ ഒരു വാതിൽ കൂടെ കറുത്ത കുപ്പായം വലിച്ചു കയറ്റി ബട്ടണിടയിലൊക്കെ ഒക്കെ ഇല്ല, നമ്മുടെ വക്കീലന്മാർ കോട്ടിങ്ങനെ ഇടുന്ന പോലെ ഇട്ടുകൊണ്ട് കയറി വന്നിട്ട് പറയും തുടങ്ങാം. എന്തോ തുടങ്ങാമെന്നാ. ഇനിയും ഇതാണ് ഇന്നത്തെ RGP ഘോഷിച്ച നല്ലൊരു കാര്യം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. എത്ര പുരോഹിതന്മാർ തലേദിവസം അരമന വന്ന് കിടക്കുന്നു? ഇല്ല, ആരുമില്ല. അത് പോട്ടെ. ഇന്ന് നമ്മൾ ആണുങ്ങൾ പുരുഷന്മാർ സ്വാർത്ഥരാണ്. അവർ മേധാവിത്വം കളിക്കുക. ശരി, മേധാവിത്വം ഉണ്ട്, നിങ്ങൾ ഭരിക്കേണ്ട നിങ്ങളാണ്. പക്ഷെങ്കിൽ ഭരിക്കുന്നതിൻ്റെ കൂടെ സംരക്ഷിക്കുക കൂടെ വേണം. അതുകൂടെ വേണം. നിങ്ങൾ ഇന്ന് ചെറുപ്പക്കാർക്ക് പെൺപിള്ളേരെ കിട്ടാതെ, കല്യാണം കഴിക്കാൻ പെൺപിള്ളേരെ കിട്ടാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? വേണ്ട അവർക്ക്. പുരുഷന്മാർക്ക് വേണ്ടത് ചെറുപ്പക്കാർക്ക് ഇന്നൊക്കെ ഉദ്ദേശം പെണ്ണിൻ്റെ പൈസയും പെണ്ണിൻ്റെ സ്വർണവും സ്വത്തും കൊണ്ടുവന്നിട്ട് വേണ്ടി വന്നാൽ അവൾ പോയി ജോലി ചെയ്തിട്ട് വന്ന് ഇവനും കൂടെ ചിലവിന് കൊടുത്താൽ കൊള്ളാമെന്നുള്ള ചിന്തയാണ്. ഇത് ഇങ്ങനെയുള്ളവരുടെ അമ്മമാർ, ഈ ചെറുക്കൻ്റെ ഭർത്താക്കന്മാരുടെ അമ്മമാർ, ഇവനൊരു മൊണ്ണയാണെന്നറിയാം. കാരണം അവനെ വളർത്തിയത് അവരല്ലയോ, അവർക്കറിയാം. അവർ ഈ മരുമോളെടുത്ത് താടിക്കയറും. ചോണയുള്ള ആൺപിള്ളേർ കെട്ടിയാൽ അമ്മ ഒരു പ്രാവശ്യമേ പറയത്തുള്ളൂ. പറയാം, അമ്മയ്ക്ക് ഇനി അങ്ങനെ പറയരുത് എന്ന് പറയും. അവിടെ നിർത്തും. ഇന്നതല്ല. അതുകൊണ്ടാണ് ഇന്ന് വടക്ക് 2 കുഞ്ഞുങ്ങളെ കൊണ്ട് ട്രെയിനിൽ ഒന്ന് ചാടി, 2 കുഞ്ഞുങ്ങളെ കൊണ്ട് ആറ്റിച്ചാടി. ഇപ്പോൾ എത്ര ആത്മഹത്യകൾ, ചെറുപ്പക്കാർ എത്ര. ഇതെല്ലാം ആണുങ്ങളുടെ സ്വാർത്ഥത കൊണ്ടാണ്, അല്ല ഒന്നും പറയുന്നില്ല. പൊക്കോട്ടെ, നിങ്ങളെന്താണെന്ന് വെച്ചാൽ ഈ ആണുങ്ങളുടെ സ്വാർത്ഥത കൊണ്ടാണ് വിവാഹം പോലും ഉണ്ടായത്. ആദിമകാലത്തെ ബൈബിളിൽ വിവാഹം ഇല്ലായിരുന്നു. അപ്പോൾ പോട്ടെ, അവർക്ക് ഭാര്യമാരും വെപ്പാട്ടിമാരും ഒക്കെ ഒരുപാടുണ്ടായിരുന്നു. പക്ഷെങ്കിൽ കാലം കഴിഞ്ഞപ്പോൾ ഇവരെ ആര് സംരക്ഷിക്കാനാണെന്നുള്ള ഒരു ചിന്ത ഉണ്ടായി. അതുകൊണ്ടാണ് ഒരു പുരുഷനൊരു ഭാര്യ എന്ന ഒരു ചട്ടക്കൂട്ടുണ്ടാക്കി വിവാഹം ഉണ്ടാക്കിയത്. പോട്ടെ, ഇനിയും
ഇന്നത്തെ പുരോഹിതവർഗം എന്ന് പറഞ്ഞാൽ അവർ സ്വാർത്ഥരല്ല, അഹങ്കാരികൾ. ഓർത്തഡോക്സ് പുരോഹിതന്മാരെന്ന് പറഞ്ഞാൽ 4 ഇതുണ്ട്, കോളേജുകളുണ്ട്. അവിടെ പഠിച്ചിറങ്ങുന്നവർ ഇന്ന് പുരോഹിത വരയ്ക്ക് പോകുന്ന ആരാ? അവരെല്ലാം ചുമ്മാ ജീവിക്കാനുള്ള ഒരു നല്ല വഴി. കാരണം പുരോഹിത വര കിട്ടിയാൽ പിന്നൊന്നും നോക്കണ്ട, പുസ്തകം നോക്കി വായിച്ചുകൊണ്ടിരുന്നാൽ മതി. മനസ്സിൽ വേറെ വല്ലതും ആയിരിക്കും, വേണ്ട പോട്ടെ. ഇവന് ഇവിടുന്ന് പഠിച്ചിറങ്ങിയ ചെമ്മാച്ചനായി ഉടനെ ഈ പെമ്പിള്ളേർ അതിനേക്കാൾ ബുദ്ധിമാന്മാരാ. മക്കളെ ഡിഗ്രി ഉള്ളവരാണെങ്കിൽ ആണെങ്കിലും ഇല്ലെങ്കിലും ഒരു ചെമ്മാച്ചനെ കൊണ്ടം കെട്ടിക്കും. ഒരു ചെമ്മാച്ചൻ കെട്ടിക്കഴിഞ്ഞാൽ അച്ഛനായി കഴിഞ്ഞോ അല്ലെങ്കിലോ ഈ പെണ്ണിന് എവിടെയെങ്കിലും ഓർത്തഡോക്സ് സഭയുടെ സ്കൂളിലോ എവിടെയെങ്കിലും ജോലി, അതിന് കാശൊന്നും ആരും മേടിച്ച് കൊടുക്കണ്ട. അതേസമയം ഒരു പാവം പിടിച്ച പയ്യൻ പഠിച്ച് പാസ്സായാൽ അവന് സ്കൂളിൽ കയറിലോ ഏതെങ്കിലും സ്കൂളിൽ ഓർത്തഡോക്സ് സഭയുടെ സ്കൂളിൽ കയറി ആചാര്യമായിട്ട് ജോലി ചെയ്യണമെങ്കിൽ അവൻ ലക്ഷക്കണക്കിന് കൈമടക്ക് കൊടുക്കണം. അവൻ്റെ ഭാര്യയ്ക്ക് ജോലി കിട്ടണമെന്നില്ല, അതിന് ലക്ഷക്കണക്കിന് വേണേ കിട്ടുള്ളൂ. അപ്പം അവർ നല്ല മിടുക്കരാ. ഇനി പോട്ടെ, അതൊക്കെ അവരെന്തും വേണം ചെയ്തോട്ടെ. പുരോഹിതന്മാർ, ഏതെങ്കിലും ഒരു പുരോഹിതൻ ഒരു ദേവാലയത്തിൽ വികാരിയായിട്ട് വന്നാൽ അവരുടെ ജോലി കുർബാന, സംസ്കാരം, മാമൂലിസ, ആണ്ട് കുർബാന, മറ്റേ കുർബാനയൊക്കെ നടത്തും. ഇതൊക്കെ കൈമടക്കില്ലാതൊന്നുമല്ല. ഒരു മെത്രാന് എവിടെയെങ്കിലും ദേവാലയത്തിൽ വന്ന് കുർബാന അർപ്പിക്കുന്ന അവന് കൈമടക്ക് ഇത്ര എന്നുള്ള ചിട്ട എഴുതി വച്ചിട്ടുണ്ട്. പോട്ടെ, അതൊക്കെ പോട്ടെ. ഈ വികാരിക്ക് ആ ദേവാലയം നിലനിൽക്കണമെന്നൊരു ഉദ്ദേശം കൂടെ വേണ്ടായോ? അതിനെന്തെങ്കിലും പോരാളികളുണ്ടെങ്കിൽ അത് തക്ക സമയത്ത് പരിഹരിക്കണ്ടായോ? ഇല്ല. കാരണം അവർക്ക് ദേവാലയം ഇല്ലെങ്കിലും പ്രശ്നമില്ല, കുർബാന നിർബന്ധമുണ്ട് അവർക്ക്. പള്ളി പിടിഞ്ഞു പോയാൽ ആ ഉടനെ വിശ്വാസികളോട് പറഞ്ഞ് നമുക്ക് നാണക്കേടാ, ഉടനെ നമുക്ക് ഇതിലും പറ്റിയുള്ളതൊക്കെ പണിയണം. വിശ്വാസികൾ പണിതോളും. ഇന്നതാ ഞാൻ കാണുന്നത്, എവിടെ നോക്കിയാലും തന്നെ. അതിപ്പോൾ ഞാൻ പറയാൻ കാര്യം ഞങ്ങളുടെ പുത്തഞ്ചായപ്പെട്ട കാര്യം കൊണ്ടാണ്. ഇപ്പം ആ ചരിത്രം ഞാൻ പറയുന്നില്ല. കാരണം വേണ്ടിയവൻ പൈസ ഉണ്ടാക്കിക്കൊണ്ട് പോയി. അതിനെ അനുവദിച്ച ട്രസ്റ്റി, സെക്രട്ടറി, കമ്മിറ്റി മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് വെച്ചാൽ അവരനുഭവിച്ചോളും. ദേവാലയം നശിച്ചുകൊണ്ടിരിക്കുക. ആ ചെങ്ങന്നൂരെ വിമൽ മാമൻ ചെറിയാനച്ഛൻ വന്ന കാലം തൊട്ട് തുടങ്ങി ആ പള്ളിക്ക് നാശം തുടങ്ങിയതാ. ആ മനുഷ്യൻ മദ്വഹാര തിരശീല പോലും സ്ക്രീൻ വെച്ച് മറച്ചു താഴെ പരിപാടികൾ നടത്തിയെന്നുണ്ട്. അന്ന് 10 മെത്രാപ്പോലീത്ത കവച്ച് വന്ന് അവിടെ നിന്നു. ഞാൻ ചോദിച്ചോട്ടെ, അവിടെ വലിയൊരു ഹാള് 1000 പേർക്ക് ഇരിക്കാവുന്ന എയർ കണ്ടീഷൻ ഹോള് പണിതിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ ആകത്തില്ലയോ? പിന്നെ എന്ത് കണ്ടാലും ഇപ്പം നിങ്ങളുടെ മീറ്റിംഗ് ആണെങ്കിൽ എന്താണെങ്കിലും അവിടെ GMB ഹാളുണ്ട്. അവിടെ നടത്തി എന്താ മറ്റേ സ്റ്റേജ് പോകുമോ? അല്ലതെ പള്ളിയുടെ വെളി വരാന്തയുണ്ട്, ഫാനും ഉണ്ട്, ബെഞ്ചുണ്ട്, എല്ലാം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് മീറ്റിംഗ് നടത്തിയ എന്തോ മീറ്റിംഗ് അവിടെ നടത്തിയെങ്കിലും ഒക്കെ ഉള്ളൂ. നിങ്ങൾക്ക് പ്രാർത്ഥന നടക്കുകയാണെങ്കിൽ നിങ്ങൾ പ്രാർത്ഥന ഓരോ വീടുകളിൽ നടത്തുന്നു, അവിടെ മീറ്റിംഗ് കൂടെ വേണ്ട. നിങ്ങൾ ഈ പള്ളിയുടെ വരാന്ത നടത്തിക്കൂ. ഈ പള്ളിക്കകത്ത് നിങ്ങളുടെ അഭ്യാസങ്ങൾ ഒരു സാധാരണക്കാരൻ പള്ളിക്കകത്ത് പ്രാർത്ഥിക്കാൻ വരാനൊക്കത്തില്ല. അവിടെ ഇപ്പം 10-25 പെണ്ണുങ്ങൾ കാണും. ഒരുത്തി രജിസ്റ്റർ എടുത്ത് പേര് വിളിക്കുന്നു, അത് പറയുന്നു. നല്ല ഡ്രാമ അല്ലേ? ഇതാരും ചോദിക്കും, ആരോട് ചോദിക്കാനൊക്കത്തില്ല. ഇതൻ ഞാൻ ചോദിക്കും. ഈ പുത്തകായ പള്ളി ഇടിഞ്ഞു വീഴാറായി. അത് അധികം സമയം നിൽക്കത്തില്ല. കാരണം വടക്കേ വരാന്ത പണ്ടോട് ചേർന്നുള്ള വരാന്ത പള്ളി പഴയ സമയത്ത് വരാന്ത പണിതാണ്. അവിടെ സ്റ്റെയർ കേസുണ്ട്, അതിൻ്റെ അടിയിൽ കാർപ്പറ്റുണ്ട്. അവിടെ ആ കാർപ്പറ്റ് മുഴുവൻ നനഞ്ഞു കിടക്കുക.
ഞാൻ മഴയില്ലാത്ത സമയത്ത് ചെന്നെങ്കിലും അത് കണ്ടപ്പോൾ ഞാൻ അവിടെ നോക്കിയിട്ട് എനിക്കത് പിടികിട്ടിയില്ല എവിടെ നിന്നാണ് ചോർച്ച എന്നുള്ളത്. പക്ഷേ ആരും അത് നോക്കത്തില്ല. അവരെല്ലാം അരമനയിൽ ഇരുന്ന് എയർ കണ്ടീഷനകത്ത് സുഖമായിട്ട് ആനന്ദിക്കുക. ഇതൊക്കെ നമ്മൾ കാണേണ്ട കാര്യങ്ങൾ. ഇത് ഓട്ടോ സമയപ്പോൾ നല്ലൊരു സംഭവമൊന്നുമില്ല. കാതോലിക്കാതിനെ പിന്നെ കവർ ശേഖരിക്കാൻ ചെങ്ങന്നൂർ വാവ വരും. അവിടെ മീറ്റിംഗ് നടക്കുന്നു. അവിടെ 5-6 പുരോഹിതന്മാരവിടെ കാണും. നിങ്ങൾ നോക്കേ, ചെങ്ങന്നൂർ അരമന എന്തു വലിയ കെട്ടിടമാണ്. അവിടെ എന്തിനാ ഇത്രയും വലിയ കെട്ടിടം? അവിടെ പിന്നെ മേടിച്ച് കൂട്ടുക ആർക്കുണ്ടാക്കാനാ? അവിടെ എന്തോ ചെയ്യാനാ? എനിക്ക് മനസ്സിലാകാത്ത കാര്യം. കാരണം ഞാൻ അവിടെ അധികം കയറിയിട്ടില്ല. 2 പ്രാവശ്യം അരമനയുടെ ആ ബിൽഡിംഗ് കെട്ടിടത്തിൽ കയറിയിട്ടുള്ളൂ. അവിടെ ഒന്ന് ഇസ്രായേലിലേക്ക് പോകാനായിട്ട് ടൂറ് അറേഞ്ച് ചെയ്ത് പോകുന്നവരവിടെ കൂടുമെന്ന് പറഞ്ഞു. അതിൻ്റെ ഏജൻറ്റ് വരും, സംസാരിക്കുമെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് ഒന്ന് കണ്ടു. അല്ലാതെ ഒരു പ്രാവശ്യം കൂടെ അവിടെ ചെന്നു. അതൊക്കെ വെറുതെ കിടന്ന് നശിക്കുക. ഹോളും അത് ഇതെല്ലാം. ഞാൻ ചോദിച്ചത്, നിങ്ങൾക്ക് മീറ്റിംഗ് കൊണ്ട് അവിടെ നിന്നാകരുത്. എന്തിനാ ഇത്രയും വലിയൊരു കെട്ടിടം അരമനയ്ക്ക്? എല്ലാം നല്ല കാര്യം. നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലൊന്നും സംഭവിക്കണമെന്നില്ല. ചെങ്ങന്നൂർ ബത്തേൽ അരമനപ്പള്ളിയുടെ തെക്ക് വശത്തൊരു മുറി ഒരു മെത്രാൻ പണിതു. എൻ്റെ ഉദ്ദേശത്തോടു കൂടിയാണെന്ന് ഞാൻ പറയുന്നില്ല. അവിടെ കിടക്കാനൊത്തില്ല. അവിടെ കൊണ്ട് ഓതറായി കൊണ്ട് തട്ടി. ഇപ്പം അദ്ദേഹത്തിൻ്റെ പെരുന്നാൾ ആഘോഷിക്കാൻ പോവാ. നിങ്ങൾക്കറിയാമെങ്കിൽ ഓട്ടോ സഭ മറ്റ് ഈ രാഷ്ട്രീയക്കാരികളിലും കൊള്ളത്തരം കള്ളത്തരം കാണിക്കുന്നവരാണ്. ഇവരെന്തുകൊണ്ടാണ് ഈ രാഷ്ട്രീയക്കാരുടെ പുറകെ പോകുന്നത്? ഞങ്ങളുടെ കണക്കും കാര്യങ്ങളും നോക്കരുത്. നമ്മുടെ ഞാൻ ചോദിക്കട്ടെ, ഇവർക്ക് ശമ്പളം എങ്ങനെ, ഇവരുടെ വരുമാനം എന്തുവാ, എന്തൊക്കെയാണ് ഇവർ ടാക്സ് വല്ലതും കൊടുക്കുമോ? ഇവരെ കന്യാസ്ത്രീമാരെ പറഞ്ഞപ്പം കിടന്ന് എല്ലാം കൂടെ ചാടി. നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുപോരാ ഇത്? മെത്തന്മാരെ ഒരു ചവടക്കത്തിൽ ഞാൻ പറയുന്നത് വിശ്വാസികൾ തന്നെ ഇവരെ നശിപ്പിക്കുന്നത്. 10-60,000 കൊടുത്ത് മെത്രാനെ കൊണ്ട് 60,000 10-15 വർഷത്തിന് മുമ്പ്. ഇപ്പോൾ എത്രയാണെന്ന് എനിക്കറിയത്തില്ല. മെത്രാനെ കൊണ്ടുവരും. ഈ കാശ് കൊണ്ട് അവൻ എവിടെ പോവാ? പോട്ടെ, ഇതൊക്കെ ഞാൻ അവിടെ വിടുന്നു. മക്കളെ, ബൈബിളിൽ ആരെയാണ് ഒരു പുരോഹിതൻ അല്ലെങ്കിൽ മെത്രാൻ ശവമടക്കിയിട്ടുള്ളത്? മാമോദീസ ഏത് പുരോഹിതൻ നടത്തിയിട്ടുണ്ട്? അല്ലെങ്കിൽ ഏത് കാര്യം പുരോഹിതൻ ചെയ്തിട്ടുണ്ട്? അന്ന് കുർബാന ഉണ്ടായിരുന്നു? ഇല്ല. കുർബാന ഉണ്ടായത് യേശുവും മാളികമുറിയിൽ വിശേഷന്മാർക്ക് അപ്പവും എടുത്തു കൊടുത്ത് പറഞ്ഞതിനെ കുറിച്ചാണ്. അതും ഈ കള്ള പുരോഹിതന്മാരെ ഏൽപ്പിച്ചിട്ടില്ല. ഒരു സഭയിലെ പുരോഹിതന്മാരെ ഏൽപ്പിച്ചില്ല ദൈവം. തൻ്റെ അപ്പോസ്തലന്മാർ, അതായത് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇന്ന അധികാരം തന്നിട്ടുണ്ട്. എന്നാൽ ഈ ബാംഗ്ലൂരിൽ നിന്ന് സൂക്ഷിച്ച ഒരു മെത്രാനുണ്ട്, സെറാബിമെന്ന്. അവൻ നെടി ഉദ്ഘാടനം ചെയ്യുന്നിറക്കുക. അവന് ഒരു ദിവസം പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾക്ക് അപ്പോസ്തലന്മാരിൽ നിന്ന് കൈമാറി കിട്ടിയതാ. ഏതുവഴി? ഏത് അപ്പോസ്തലനിൽ നിന്ന്? തോമാസ് ലീഹ വന്ന് പറയുന്നു, ഓക്കെ, തോമാസ് ലീഹ ഇവിടെ സഭ സ്ഥാപിച്ചാണ് പോയെ. അതേ സഭയാടാ. പോട്ടെ, ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ കണ്ടിട്ട് സഹോദരങ്ങളെ, പുരോഹിതവർഗം ഇന്നുമാരെ കാണിക്കുക കണ്ടാൽ ഇന്നവരെ വിശ്വാസികളെ ദൈവത്തിലേക്ക് നയിക്കില്ല. ദൈവത്തിൻ്റെ സമീപം ദൈവത്തിൻ്റെ ചെല്ലാനുള്ള വഴി പറഞ്ഞു കൊടുക്കുകയല്ല, അവരെ അടക്കി വാഴുക, അവരെ അടിമയാക്കി വാഴുക. അതിന് കൂട്ടി നിൽക്കാൻ വിശ്വാസികളുണ്ട്. ഒരു പുരോഹിതൻ വന്ന ഉടനെ പൊക്കി ഒരു മൂത്തങ്ങ് മൂത്തും, മെത്രാണ് കിടന്നങ്ങ് മൂത്തും. ഞാൻ ഇനി കൂടുതൽ പറയുന്നില്ല. ഇതൊക്കെ അടിമത്തം,
ഒരു മെത്രാൻ ഇന്നലെ വീഡിയോ ചെയ്തു. യഥാർത്ഥ മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ ദൈവം ചെയ്യുന്നു പറഞ്ഞാൽ മുറിവേറ്റവനെ കണ്ടാൽ അവനെ കാണുമ്പോൾ മനസ്സറിഞ്ഞ് അവനെ ശുശ്രൂഷിക്കുന്നതാണ്. ആ വീഡിയോ ഞാനിപ്പം നോക്കുന്നില്ല. എന്നാൽ ഏതെങ്കിലും ഒരു പുരോഹിതനുണ്ടോ അങ്ങനെ മെത്രാനുണ്ടോ? ഇന്നെല്ലാ മെത്രാന്മാരും യാക്കോബിലെ ഒരു മെത്രാൻ്റെ ചരിത്രം ഈയിടെ വന്നു അയച്ചു ന്യൂസിൽ. ചുണയുണ്ട് യാക്കോബക്കാരെ വന്ന് ഓർത്തഡോക്സുകാർ പറയേണ്ട കാര്യമില്ല. അവിടെ വിശ്വാസികളെ അടിമയാക്കി അത് സന്തോഷമാണ് വിശ്വാസികളുടെ ഭർത്താക്കന്മാരെ. കാരണം അവർക്ക് പള്ളിയിൽ പോയിട്ട് കാര്യമില്ല. പള്ളി ചെന്നാലും അവരെ തിരിച്ചു പോരും, കൊച്ചമ്മ അവിടെ നിന്നോളും. അതെ, ഞാൻ കൂടുതൽ പറയുന്നില്ല. ഓട്ടോ സഭ ഇത്രയും നാറിയൊരു സഭയെന്നല്ല, മെത്രാന്മാരും പുരോഹിതന്മാരും. അപ്പോൾ പോട്ടെ, ഞാൻ കൂടുതൽ പറഞ്ഞ എൻ്റെ വായിന്ന് വരുന്നത് നിങ്ങൾ കേൾക്കട്ട. ഒരു പുരോഹിതനും മെത്രാനും എന്നോട് ചോദിക്കട്ടെ, ഞാൻ പറയുന്നപ്പുറത്ത് ബൈബിളില്ലാത്ത കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നത്. പഴയ നിയമത്തിലാണെങ്കിൽ അബ്രഹാം മരിച്ചു, സാറാ മരിച്ചു കഴിഞ്ഞ് അബ്രഹാം മരിച്ചു, യൗസേപ്പ് മരിച്ചു. ഏതെങ്കിലും ഒരെണ്ണത്തിനെ കൊണ്ടുവന്ന് അടക്കിയത് മെത്രാന പുരോഹിതനാണെന്നും പുരോഹിത വർഗമില്ലയോ, ലേവി ഗോത്രമില്ലയോ? പുതിയ നിയമത്തിൽ ആരെ അടക്കിയിട്ടുണ്ട്? യോഹന്നാൻ സ്നാപകൻ, നമ്മുടെ അപ്പോസ്തലൻ, കല്ലെറിയപ്പെട്ടു പോയ അപ്പോസ്തലൻ, ഇവരെ ആരും ഒരു പുരോഹിതനും അടക്കാൻ പോയില്ല. ഇന്നൊരു ഡ്രാമയാണ്. ഇന്ന് ഞാൻ പറഞ്ഞില്ല, ഇത് നമ്മുടെ വിശ്വാസികളുടെ തെറ്റാ. നമ്മുടെ വിശ്വാസികൾ ഇപ്പോൾ ഒരു വിവാഹം വന്നാൽ എൻ്റെ പണത്തിൻ്റെ കൊഴുപ്പ് കാണാൻ അവിടെ ആഗ്രഹിക്കുന്നു. അല്ലാതെ അവിടെ ശരിയായിട്ടൊരു വിശ്വാസം, ആത്മീയ വേല അവിടെ നടക്കുന്ന നിങ്ങൾ ഒക്കെ എവിടുന്ന് വന്നു? ആ മന്ത്രം ഓടി, അതിനെക്കുറിച്ച് ഓരോ പറയുന്നുണ്ട്. പതിവ്രതയെ കൊണ്ട് അങ്ങോട്ട് ഏൽപ്പിക്കുക എന്നാൽ മന്ത്രം ഓടി ഇരുന്നതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞിരിക്കുന്നു. തോട്ടെ, ഇതൊന്നും ഞാൻ പറയുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞത്, നമ്മൾ തന്നെ നമുക്കിപ്പോൾ എല്ലാ ആഘോഷങ്ങളും എല്ലാം വേണ്ടത്. പള്ളിയാണെങ്കിലും എവിടെ ആണെങ്കിലും ആഘോഷം നമ്മുടെ പണത്തിൻ്റെ അനുസരിച്ച് കൊഴുപ്പ് കാണിക്കാൻ മറ്റുള്ളവരെ, അല്ലാതെ ഒന്നുമില്ല. ഇനിയും ഞാൻ വീഡിയോ ചെയ്യും. സഭയിൽ ഓട്ടോ ഷോയിൽ പ്രസംഗാവിടയിൽ നടക്കുന്ന ചില കാര്യങ്ങൾ അതിപ്പോൾ പറയുന്നില്ല. അത് കണ്ടു കഴിഞ്ഞിട്ടേ പറഞ്ഞു. ഞാൻ അറിഞ്ഞു, എങ്കിലും അത് കണ്ടു കഴിഞ്ഞിട്ടേ പറഞ്ഞു.